വേണ്ടി മാത്രം ജീവിച്ചവനാ അച്ചോ ഞാന്. അച്ചോ, ഞാൻ വേറെ കല്യാണം ഒന്നും കഴിക്കാഞ്ഞത് എന്റെ ഈ പൊടിപ്പിള്ളാരെ ഒരു രണ്ടാനമ്മ വന്ന് വളർത്തണ്ടായെന്ന് കരുതി എനിക്കൊരു ജീവിതം വേണ്ടാന്ന് വെച്ചതാ അച്ചോ ഞാന്. അച്ഛൻ അറിയാമോ അത്? ഇത്തിരി വെള്ളം കുടിക്കാം എന്റെ അച്ചോ, കുടിക്കാം. 3 മാസം മുമ്പ് ആ ജോയിക്കുട്ടിയുടെ മോളുണ്ടല്ലോ, അവൾ അമേരിക്കന്ന് വിളിച്ച് എന്നോട് ചോദിക്കുക, അപ്പച്ചാ അവിടെ മയിലുണ്ടോന്ന്. ഞാൻ പറഞ്ഞു, എന്റെ മോളെ ഇവിടെ മയിലുമില്ല കുയിലുമില്ല, ആകെപ്പാടെ 1 or 2 കോഴിയോ 3 or 4 താറാവോ ഇവിടെ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറയാ, എന്റെ അച്ചോ കത്തയക്കുന്ന മയിലിന്റെ കാര്യം അപ്പച്ചാ ഞാൻ പറഞ്ഞത്. കുഞ്ഞപ്പിച്ച, അത് മയിലല്ല, ഇമെയിൽ ഉണ്ടോന്നാ പിന്നെ. അത് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലേ നടക്കൂ. കമ്പ്യൂട്ടറിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൽ അയക്കുന്ന കാര്യമാണ്. കേട്ടോ അച്ഛാ, എന്റെ മക്കള് അവര് പാവങ്ങളാ. എന്റെ ജോയിമോന്റെ ഭാര്യയുണ്ടല്ലോ, അവളൊരു ഭദ്രകാളിയാ. അച്ഛൻ ഇങ്ങോട്ട് നോക്കിക്കേ, അവിടെ ആ കക്ഷം കാണിച്ചുള്ള ബ്ലൗസും ഇട്ട് കുലുക്കിയുള്ള നടപ്പും അഹങ്കാരമൊക്കെ കണ്ടാൽ എന്നെ കണ്ണെടുത്ത അവർക്ക് കാണല്ല അച്ചോ. ഞാൻ ഒരു അനാഥനാ അച്ഛാ, ഒരു അനാഥൻ. എന്റെ ഈ ദുഃഖം മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്റെ അച്ചോ. ദാരിദ്ര്യവും സങ്കടങ്ങളും അനാഥത്വവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബാല്യം എനിക്കും ഉണ്ടായിരുന്നു. അച്ഛൻ എന്നാ പറഞ്ഞേ? കൊട്ടിയൂരച്ഛൻ എന്നൊരച്ഛനെ കുഞ്ഞപ്പിച്ചാൻ അറിയുമോ? ഒരിക്കൽ കോട്ടയം ഗവൺമെന്റ് ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ചോരക്കുഞ്ഞിനെ കാണിച്ച് ആശുപത്രി സൂപ്രണ്ട് അച്ഛനോട് ചോദിച്ചു, ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാമോ? ആ ചോരക്കുഞ്ഞ് പിന്നെ കട്ടപ്പനയിലുള്ള സെന്റ് മേരീസ് അനാഥാലയത്തിൽ വളർന്നു. ആ കുഞ്ഞ് വളർന്ന് അനാഥാലയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിലൂടെ പലപ്പോഴും മുട്ടായുമായി കൊട്ടിയൂരച്ഛനെ നോക്കി ഒറ്റപ്പെട്ട ഒരു ബാല്യം എനിക്കുമുണ്ടായിരുന്നു. ഇതിപ്പം ചെണ്ട ചെന്ന് മധുരത്തോട് പറഞ്ഞ പോലായല്ലോ അച്ചോ കഥ. ഒരിക്കൽ കൊട്ടിയൂരച്ഛൻ എന്നോട് ചോദിച്ചു, മകനെ, എനിക്ക് പ്രായമായി, എന്റെ കുപ്പായം ഞാൻ നിനക്ക് തരട്ടെ. ആ വലിയ മനുഷ്യന്റെ ജ്വലിക്കുന്ന കണ്ണുകളിൽ എന്റെ ദൈവവിളി ഞാൻ കണ്ടു. അത് ശരി. എങ്കിൽ അച്ഛൻ എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കുഞ്ഞപ്പിച്ച, അതൊക്കെ പോട്ടെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അപ്പച്ചന്റെ മക്കള് സണ്ണിയും ജോയിയും എന്റെ അടുത്തുണ്ട്. അവർ പുറത്ത് കാറിൽ ഇരിപ്പുണ്ട്. മനസ്സിലായില്ലല്ലോ. അവർക്ക് അപ്പച്ചനോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയണമെന്നാ പറഞ്ഞത്. അപ്പച്ചൻ വിഷമിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാം. ഞാൻ അവരോട് ആകുന്ന പറഞ്ഞതാ. പക്ഷെ അവര്, സണ്ണിയേ, ജോയി, വാ, കേറി വാ. മോനെ, ജോയി, സണ്ണി, എന്നാ മക്കളെ ഒന്ന് വിളിക്കാതെ? എത്ര ദിവസമായി മക്കളെ ഈ അപ്പച്ചൻ കാത്തിരിക്കും. അപ്പച്ച, അത് ഞങ്ങൾ ഒത്തിരി തിരക്കിലായിരുന്നു അപ്പച്ച, പിള്ളേരെ പഠിത്തമൊക്കെ ആയി. പിന്നെ ജാനകി ഇവിടെ ഉള്ളത് കൊണ്ട് അപ്പച്ചൻ സേഫ് ആണെന്ന് അറിയാമല്ലോ. നിങ്ങൾ വന്നിട്ട് നേരിട്ട് ഇങ്ങോട്ട് വരാതെ അച്ഛന്റെ അടുത്തോട്ട് പോയല്ലോ. നിങ്ങൾ വരുന്നതും കാത്ത് ഈ പടിപ്പുര വാതിക്കല് ഈ അപ്പച്ചന് എത്ര ദിവസമായിട്ടിരിക്കും നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. എന്തുവാടാ, നിങ്ങളുടെ അപ്പച്ചനല്ലയോ? പറ മക്കളെ. ഇനിയിപ്പൊ അപ്പച്ചനും മക്കളും കൂടെ സംസാരിച്ചോണ്ടിരിക്കെ, ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പഴിഞ്ഞു വരാം. അപ്പച്ച, പണ്ടത്തെ പോലെയല്ല, സാമ്പത്തിക മാന്ദ്യം കാരണം ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്. ജോളിയുടെ പണി പോയി, പിള്ളേരെ പഠിത്തമൊക്കെ എല്ലാം കൂടി ഞങ്ങളവിടെ വലിയ ബാധ്യതയിലായി. ദിനം പ്രതി വാടക കൊടുത്ത് ആകെ കടം കയറുകയാ. ഞങ്ങൾക്ക് PR അടിച്ചു. 2 കൊല്ലത്തിനകം പൗരത്വം കിട്ടുമെന്നാ പറയുന്നേ. ഞാനും ജോയി അതുകൊണ്ട് ഒരു വീട് വാങ്ങി. ഡൗൺ പേയ്മെന്റ് ഇത്തിരി കൂടുതലാ. മോർഗേജ് ഒന്നും അധികം കിട്ടിയില്ല. അതിനിപ്പം ഞാൻ എന്തുവാ മക്കളെ ഇപ്പം ചെയ്യുക? ഇവിടെ തന്നെ ഈ ഒറ്റയ്ക്ക് എത്ര നാളാ ഇങ്ങനെ കഴിയാ? അങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചതാ. പക്ഷെ അവിടുത്തെ തണുപ്പും കാലാവസ്ഥയൊന്നും അപ്പച്ചനെ തീരെ പിടിക്കത്തില്ല. അവിടെ ഭയങ്കര തണുപ്പാ. അതുകൊണ്ട് ഞങ്ങൾ ചില തീരുമാനമൊക്കെ എടുത്തു. അത് അപ്പച്ചനോട് പറയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. എന്റെ മക്കളെ,
ഒത്തിരി കഷ്ടപ്പെട്ടു അല്ലയോ. ബാക്കി ഞാൻ പറയാമടാ. ഈ അപ്പച്ചനെ താമസിപ്പിക്കാനേ ഇവിടെ ഒരു അനാഥ മന്ദിരത്തില് വേണ്ട ഏർപ്പാടൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പച്ചനെ അവിടെ ആക്കിയിട്ട് ഈ സ്ഥലവും മറ്റും നിങ്ങൾക്ക് വിൽക്കണം അല്ലയോ. ആ വിറ്റ് കിട്ടുന്ന പൈസയും കൊണ്ട് നിനക്കൊക്കെ യൂറോപ്പിലോട്ട് മറന്ന് അവിടെ ഒരു വീടൊക്കെ വാങ്ങിച്ച് പൗരത്വമൊക്കെ കിട്ടി സുഖമായിട്ട് വാഴണം. അതിന് ഞാനൊരു തടസ്സമാവല്ലോ അല്ലയോടാ. അപ്പച്ചൻ ഞങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ച പോലെയാണല്ലോ സംസാരിക്കുന്നത്. എടാ എല്ലാം എനിക്ക് അറിയാം. എടാ നീയൊക്കെ ഇന്നലെ ഈ കേരളത്തിൽ എത്തിയെന്നും നേരെ നിന്റെ പെണ്ണുമ്പിള്ളമാരുടെ വീട്ടിലോട്ട് പോയെന്നും അച്ഛനെയും വന്ന് കണ്ടിട്ട് എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നു. അപ്പച്ചനോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ആ ജാനു ആയിരിക്കുമെന്നേ. ഇതൊക്കെ എനിക്ക് മനസ്സിലായടാ. അപ്പച്ചൻ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. എന്നരുത്, ഇന്നലെ മുതല് ഈ ഫോണിന്റെ അടുത്തൊന്നും ഞാൻ മാറിയിട്ടില്ല. അപ്പച്ച ഒരു വാക്ക് അപ്പച്ചാ എന്നൊന്ന് വിളിക്കാൻ എന്റെ മക്കൾക്ക് തോന്നിയില്ല. ഇടിയും മഴയും കാരണം ടെലിഫോൺ ലൈൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇതൊന്നും മനഃപൂർവ്വമുള്ള കാര്യമാണ്. എന്നെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കിയിട്ട് ഈ സ്വത്തുമായിട്ട് അങ്ങോട്ട് മറക്കാൻ ആരാണോ നിന്നെയൊക്കെ ഉപദേശിച്ചത്? ഞങ്ങളെന്താ ഇത്ര ക്രൂരമാണോ? നീയൊക്കെ ഈ കൊമ്പിക്കുന്നത്തെ കുഞ്ഞപ്പിയുടെ മക്കളാ, അറിയാമോ? ഈ കുഞ്ഞപ്പിയുടെ ബുദ്ധിയൊക്കെ നിനക്കൊക്കെ കാണുന്നു. അപ്പച്ചന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു പോയി. അതത്ര വലിയ തെറ്റാണോ? ഈ കുഞ്ഞപ്പി ആരാ മോനെ? വക്കീലേ ഇങ്ങോട്ടൊന്ന് കേറി വാ. ഇത് കൈമണു വക്കീല്. വക്കീലേ ഇവന്മാരെയൊക്കെ ഒന്ന് ചെവി ഉളുക്ക കേൾപ്പിച്ചേ. കുട്ടികളെ പറയുമ്പം നിങ്ങൾക്ക് ഇച്ചിരി വിഷമം ഉണ്ടാവും, എനിക്കറിയാം. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അപ്പച്ചൻ്റെ സ്വത്തുക്കളും സകല എസ്റ്റേറ്റും സകലമാന സമ്പാദ്യവും കുമ്പനാടുള്ള അഗതി മന്ദിരത്തിന് അങ്ങോട്ട് ഇഷ്ടദാനം ചെയ്തേക്കുക. ഇപ്പം എന്താ ചെയ്യുക? അപ്പച്ചൻ അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചു. നിങ്ങൾക്കായിട്ട് ഇപ്പൊ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇത് നടത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അങ്ങനെ അപ്പച്ചൻ എഴുതിയ സകല സ്വത്തുക്കളുടെയും ആധാരവും രേഖയാണ് ഇത്. ഞാനിപ്പോ എന്താ ചെയ്യാ? ഈ കള്ള വക്കീലാണ് അപ്പച്ചനെ ഈ ദുർബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇവനൊരു കള്ളനാണ്. എന്തൊക്കെയാ കലികാലം അല്ലാത്ത എന്താ പറയാ? നീയൊക്കെ മനസ്സിൽ കാണുമ്പോ ഈ കുഞ്ഞപ്പി അങ്ങ് മരത്തെ കാണും. ഈ കൈ കൊണ്ടാ താരാട്ട് പാടി ഉറക്കിയത്. എന്തോ അപ്പച്ച ഈ കൈ കൊണ്ട് തന്നെ മോന്തക്കുറ്റിക്ക് അടി വേണ്ടെങ്കിൽ ഇറങ്ങി പോയില്ലടാ ഇവിടുന്ന്. അപ്പച്ച എന്തായി കാണിക്കുന്നേ? അപ്പച്ചൻ എന്താ ഞങ്ങളോട് ചെയ്യുന്നേ? ഒന്നോർത്തോ, മരം എത്ര വളർന്നാലും അത് വളർന്ന ആ മണ്ണിനെ സ്വന്തം വേരിനെ മറക്കല്ലടാ, മറക്കല്ല. ജാനകി നീ കരയണ്ടാടി. ഈ വീടും കുറച്ച് സ്വത്തും നിനക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇവന്മാരാരും വരത്തില്ല നിന്നെ ഇവിടെ നടക്കാൻ. ഈ കാണിക്കുന്നത് മണ്ടത്തരമാണ്. ജാനകി നീ അടുത്തോട്ട് വന്നേ. നിനക്കൊക്കെ അറിയാമോ, ഇവൾ ഒറ്റ ഒരുത്തിയേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കിത് ചൂടുവെള്ളം തരാന്. ഇവൾ എന്നെ പഠിപ്പിച്ചു, ജന്മം നൽകിയില്ലെങ്കിലും മക്കളാകാമെന്ന്. ഞാൻ പോവാ. അച്ഛൻ ഇതിലൊന്ന് ഇടപെടണം. ഈ കാണിക്കുന്നത് അന്യായമല്ലയോ അച്ഛാ? വക്കീലേ ഒരു തിരുത്തുണ്ട്. കുമ്പനാട് മന്ദിരം എന്നുള്ളതങ്ങ് വെട്ട. എന്നിട്ട് ഈ അച്ഛൻ വളർന്ന കട്ടപ്പന സെന്റ് മേരീസ് എന്ന് എഴുതി ചേർക്ക. മനസ്സിലായി അച്ചോ? യൂസ്ലെസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ശരിക്കും എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്റെ അച്ഛോ എന്താ ഞങ്ങളോട് ചെയ്യുന്നത്? എന്റെ വഴി അയ്യോ അപ്പച്ച പോകരുത്. എന്തോ അപ്പച്ച കാണിക്കുന്നേ? ഞങ്ങൾ അങ്ങനെ വിചാരിച്ചല്ല. അന്തി ഉറങ്ങുന്ന ഈ തെരുവിൽ അപ്പച്ച എന്തെങ്കിലും തെറ്റ് പറ്റിയെങ്കിൽ അതൊക്കെ ക്ഷമിക്കേ. ഇന്ന് മുതൽ ഈ കുഞ്ഞപ്പി ആശുപത്രിയിലോട്ടാ കൊണ്ടുപോകാം. പോയെന്നോടാ തോന്നുന്നത്. അയ്യോ ഞാൻ ഇതിനൊക്കെ എവിടെ ചെന്ന് സമാധാനം പറയും? എനിക്കറിയില്ല ദൈവമേ.